ഹായ്, നമ്മുടെ അടുത്ത് പലപ്പോഴും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ കഥകൾ, കെട്ടുകഥകളും നുണക്കഥകളും ഒക്കെ ആയിട്ട് സമീപിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, പലപ്പോഴും ഈ കേൾവിക്കാർ, അത് അച്ഛനോ അമ്മയോ അങ്കിളോ ആൻറ്റിയോ ആരും ആയിക്കോട്ടെ, അവർ ഇത് അത്രമേൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അത് ശ്രദ്ധിക്കാറില്ല. കാരണം അവർ മറ്റെന്തെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ടായിരിക്കും ഈ കഥകൾ കേൾക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് വളരെ തെറ്റാണ്. കാരണം ഈ കുഞ്ഞുങ്ങൾ ഈ കഥകൾ പറയുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി, അവരുടെ ആ ഒരു ശരീരഭാഷയൊക്കെ ആസ്വദിച്ച്, അവരുടെ കണ്ണുകളിൽ നോക്കി നമ്മളത് ആസ്വദിച്ച് തന്നെ കേൾക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വഴി ഈ കുഞ്ഞുങ്ങളെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാകാനും അതുവഴി അവരുടെ കോൺഫിഡൻസ് വളരെയധികം വർദ്ധിക്കാനും അവരുടെ ആ വ്യക്തിത്വ രൂപീകരണത്തിൻ്റെ ഒരു ഭാഗമാകാൻ നമുക്കും പറ്റും. അപ്പം നിങ്ങളുടെ അടുത്ത് ഇനി കുഞ്ഞുങ്ങളിങ്ങനെ കഥകളൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ കഴിവതും അവരെ അത് കേട്ട് ആസ്വദിച്ച് അവരോട് അങ്ങോട്ട് കൊച്ചു കൊച്ചു ചോദ്യങ്ങൾ ചോദിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുവഴി അവരുടെ വ്യക്തിത്വ വികസനത്തിൻ്റെ ഒരു ഭാഗമാകാനും നമുക്ക്